അപ്പോൾ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ സമയം 10 മണിയായിട്ടാ. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഒരു വീട്ടിൽ ഒരു പണി കിട്ടിയതാണ്. എന്നിട്ട് മാമ അനക്ക് വേണ്ടി കാത്തുനിന്നുണ്ട് ഞാൻ നാട്ടിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട്. വേറെ ആൾ പണിയെടുത്താൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അന്നേരം ആ പണിയാണ് ഇന്ന് പോകുന്നത്. ഇന്നലെ പണി പോയിട്ട് നോക്കീന്. അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ നാളെ രാവിലെ വരാമെന്ന്. കോണിയെല്ലാം വേണം അവിടെ. ഞാൻ ഒരു കോണി എടുത്തിട്ടുണ്ട്. ഈ കോണി ഈ വണ്ടീൻ്റെ ഉള്ളിൽ കയറ്റണം. കയറുമോ നോക്കട്ടെ ഫസ്റ്റ്. ഞാൻ നല്ല സ്ഥലത്തിലാക്കിയിട്ടുണ്ട് കാണിച്ചത്. നല്ല അങ്ങത്തോളം ഒരു ഓട്ടയിലാക്കിയിട്ടുണ്ട്. വണ്ടിയിൽ കയറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ. കോണി ഇന്നത്തെ കയറ്റണം. കോണി ഇന്നത്തെ കയറ്റിയിട്ട് വേണം പണിക്ക് കൊണ്ടിരിക്കില്ല. വലിയ കോണിയാണ് കേട്ടോ. അവിടെ കോണി വേണം. ആ വീട്ടിൽ കോണിയില്ല. അന്നേരം ഈ കാറിൽ കയറ്റാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ കോണി കയറട്ടെ. ഫൈനലി നമ്മൾ കോണി കയറ്റി കേട്ടാ. കോണി ഇതിനുള്ളിൽ കയറി. അന്നേരം നമുക്ക് നമ്മൾ വർക്കിന് പോകാം. ഓക്കെ, അപ്പോൾ നേരെ പോകുന്നത് സൈലിയയിലാണ് പണി. മൈദറിന് क्या बनाते क्या है तुम लंबा लगाते हैं? अच्छा है. किधर लगाएगा? हैं? इधर एक लगाएगा. हाँ ओके. मैं जाएगा. कल पार्टी क्लास नहीं था? हाँ आज देखेगा. ഇടെന്തോ ചെറിയ പാർട്ടിയുണ്ട് മജ്ലിസിൽ. പിന്നെ എന്തായാലും ഞാൻ വേഗം പണിക്ക് പറ്റിട്ട്. നല്ല വെയിലുണ്ട്, പക്ഷെ ചൂടൊന്നുമില്ല. കാറ്റുള്ളതുകൊണ്ട് ചൂടില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ പണിയുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് പണി. നമ്മുടെ വയറടിയുണ്ട്. ഫസ്റ്റ് വയറിടാം. നല്ല ചൂടുണ്ട്. ഫൈനലി നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. കൊതക്കുന്നത് നമ്മളെ ഡിഷ് ഇതാണ്. ഇവിടെ ഒരു പഴയ ഡിഷ് ഉണ്ട്. ഇതാദ്യം ഒരു ക്യാമ്പായിരുന്നു. ഇവരെ വീട് പൊളിച്ചിട്ടുണ്ട്. ഇതൊരാദ്യം ഒരു ക്യാമ്പായിരുന്നു. വലിയ സ്പേസുള്ള സ്ഥലമാണ് വീടാണ്. ഇവരെ വീട് ആദ്യം മൈനറിലായിരുന്നു. ഇവരെ വീട് പൊളിച്ച് പുതിയതെടുക്കാൻ വേണ്ടി. അന്നേരം ഇവരെ ഇവിടത്തേക്ക് തൽക്കാലം താമസം മാറിയതാണ്. ഇത് സൈലിയ എന്നിട്ടുള്ള സ്ഥലമാണ്. സൈലിയ മറാൽ. പണ്ടൊന്നും ഇവിടെ ഫുള്ള് കാലി സ്ഥലമായിരുന്നു. ഇപ്പോൾ ഫുള്ള് വീട് വന്നതാണ്. അതല്ലതാ ആ ഏരിയ മൊത്തം വീട് വന്നതാണ്. നമുക്ക് ഈ ടോപ്പിലെത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കോണി ഞാൻ കൊണ്ടതിന്. കോണി വെച്ചിട്ട് പണിയെടുക്കട്ടെ. നല്ല കാറ്റുള്ളതുകൊണ്ട് ചൂടില്ല. അത് അടിപൊളി തന്നെ. കോണി താഴേക്ക് പറന്ന് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ ഇറങ്ങട്ടെ. പണികൾ വയറ് വരുന്ന പൈപ്പ് കണ്ടുപിടിക്കാനാണ് പണി. ഇപ്പം അപ്പുറം കണ്ടിനല്ല വയറ്. ഇല്ലത്തും കാണാത്ത അതിൻ്റെ ഉള്ളിലൂട്ടിയായിട്ട് വയറ് പോകുന്നുണ്ട്. നമ്മുടെ വയറിൻ്റെ പൈപ്പ് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചത് AC-ൻ്റെ പൈപ്പാണെന്ന്. ഞാൻ ഇന്നലെ വന്ന് നോക്കിയാലോ. അതാണ് ഈ കോണി കൊണ്ടതിന് മുകളിലേക്ക് കിട്ടാതെ വെച്ചപ്പോൾ നമുക്ക് ഈ കോണിൻ്റെ ആവശ്യമില്ലായിരുന്നു. വയറിൻ്റെ പൈപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കമ്പി ഇട്ടിട്ട് വയറിങ്ങോട്ട് വലിക്കട്ടെ. അപ്പോൾ നമ്മളെ കേബിള് വലിച്ചിട്ട് സിമ്പിളായിട്ട് വന്നിന് കേട്ടോ. ചില സ്ഥലത്ത് ഇങ്ങനെ സിമ്പിളായിട്ട് വരില്ല. നട്ടുച്ച സമയം 12:30. കാറ്റുള്ളതുകൊണ്ട് ആ ചൂടറിയുന്നില്ല. അടിപൊളി. പിന്നെ നമ്മുടെ ഈ ക്യാമറ ഈ LMB പഴയതാണ്. ഇതൊന്ന് മാറ്റിയിട്ട് നമുക്ക് ചെറിയ സിംഗിൾ LMB മതി. കാരണം ഒരു റൂമിലേക്ക് കിട്ടും. സിംഗിൾ വെച്ചെടുത്ത് വേഗം താഴേക്ക് പോവാം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഫൈനലി നമ്മുടെ ടോപ്പിലെ വർക്ക് ഫിനിഷായി. ക്യാമറ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് തുരുമ്പുണ്ട്. അത് പൊട്ടുന്നതുകൊണ്ട് ഞാനൊരു കമ്പി കെട്ടി കൊടുത്തിട്ടുണ്ട്. തുരുമ്പുള്ളതുകൊണ്ട് നേരെ സിഗ്നലെല്ലാം കിട്ടിയിട്ടുണ്ട്. നെയിൽ സാറ്റാണ് കേട്ടോ ഫിറ്റ് ചെയ്തത്.
ചിലപ്പോൾ ഡിഷിൻ്റെ പണിയെല്ലാം എടുക്കുമ്പോൾ കുറേ ആൾക്കാരോട് ചോദിക്കും, കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് കമൻറ്റിൽ ഏതാണ് ഡിഷ് സാറ്റലൈറ്റ് എന്നുള്ളത്. നെയിൽ സാറ്റ് അറബി ചാനലുകളാണ് കൂടുതൽ കിട്ടുക. 10-600 ചാനൽ കിട്ടും. അല്ല 10-400 ചാനൽ. പേ ചാനൽ ഒഴിവാക്കിയാൽ എന്തായാലും നമ്മൾ താഴെ പോവാം. ഓക്കെ, താഴെ മാമയെല്ലാം ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് താഴെയുള്ള വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. ഓക്കെ, എല്ലാ ചെയ്യാനായിട്ട് കറണ്ട് കുത്തി വെക്കുന്ന ഐസ് കൊണ്ട് പോകുന്ന സാധനം. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മളെ വർക്ക് ഫിനിഷായിട്ട് ടി വി എല്ലാം ഫിറ്റ് ചെയ്തെടുത്ത് പ്രോഗ്രാമാക്കലാണ്. പ്രോഗ്രാമാക്കി കൂടെ കഴിഞ്ഞാൽ വർക്ക് കഴിഞ്ഞ് അടിപൊളിയല്ലേ. പണി കഴിഞ്ഞു, പോവുകയാണ്. ചോറ് കഴിച്ചിട്ടാ ഇതാടെ ഉപ്പ് വരുന്നത്, എൻ്റെ അപ്പുറം വരുന്ന അല്ല ചോറൊന്നില്ല, വിശക്കുന്ന എന്നുള്ള പരിപാടിയുണ്ട്. ഓക്കെ, നമ്മൾ വർക്ക് കഴിഞ്ഞ് കുറച്ച് ടൈം എടുത്ത്, കുഴപ്പമില്ല. ഓക്കെ, വിടാം, എല്ലാ സാധനം എടുത്തിട്ടില്ലേ. ഓക്കെ, ബൈ. അപ്പോൾ പണിയെല്ലാം കഴിഞ്ഞിട്ട് റൂമിലെത്തി. ഇന്ന് ചോറില്ല, ഇന്ന് ഇതാ ജ്യൂസും പഞ്ഞിനെ കൊണ്ട് ഒപ്പിക്കേണ്ട പരിപാടിയാണ്. ചോറുണ്ടാക്കിയില്ല. പിന്നെ ഇനിയിപ്പോൾ 3 മണിയാകാനായി. വൈകുന്നേരം ചായ കുടിക്കാം. അതാണ് ഇന്നത്തെ ചെറിയ എൻ്റെ ഒരു വീഡിയോ വർക്കൂ. അന്നേരം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.